വന്നിട്ടില്ലേ? വന്നിട്ടില്ലേ ഇവിടെ? ഇവർക്കൊക്കെ ഒരുപാട് കഥകളും അനുഭവങ്ങളും പറയാനുണ്ട്. ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടവർ, ക്രൂരമായി ആക്രമിക്കപ്പെട്ടവർ, സമാധാനത്തോടു കൂടി രാഷ്ട്രീയ പ്രവർത്തനം അസാധ്യമാക്കാൻ കഴിയുന്നൊരു സാഹചര്യത്തെ അസാധ്യമാക്കിയ ഒരു സാഹചര്യം ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അനുവദിക്കാൻ പാടുമോ? അധികാരം അതിനു വേണ്ടിയാണോ ഉപയോഗിക്കേണ്ടത്? പണപ്പിരിവിന് യാതൊരു കുഴപ്പമില്ല. എല്ലാ മാസവും എന്തെങ്കിലും ഒരു പിരിവുണ്ടാവും. ഇങ്ങനെ പിരിവുണ്ടായൊരു കാലഘട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഞാൻ നിങ്ങളോട് പറയാ, എനിക്ക് വ്യക്തിപരമായ ഒരു വിരോധം കൊണ്ട് പറയല്ല. ഈ വിദ്വാൻ എത്രയോ മഹാന്മാരിരുന്ന കസേരയാട്ടോ അത്. നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് ഇപ്പൊ ഞാൻ ആ മാധ്യമപ്രവർത്തകയെ പറ്റി പറയാണ്. മാധ്യമപ്രവർത്തക ഇവിടെ ഉണ്ടായിരുന്നു, വരെപ്പ കാണാനില്ല, പോയിന്ന്. അവരുണ്ടായിരുന്നു ഇവിടെ, ഞാൻ കണ്ടുവരെ. അവരുൾപ്പെടെയുള്ള ആളുകളോട് ഞാൻ പറയാ, ആരൊക്കെ ഇരുന്ന കസേരയാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ കസേര നിങ്ങൾക്കറിയോ? സഖാവ് ഇ കെ ഇമ്പിച്ചി ബാവ, നിങ്ങൾക്ക് അറിയണ്ടാവില്ല. ഈ മഹാനായ സഖാവ് ഇ കെ ഇമ്പിച്ചി ബാവ ഈ പാർട്ടിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. സഖാവ് എം പി കുഞ്ഞിരാമൻ മാസ്റ്റർ ഈ പാർട്ടിയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു. സഖാവ് പി പി കൃഷ്ണൻ, സഖാവ് എം കെ കൃഷ്ണൻ, സഖാവ് ശിവദാസ മേനോൻ, സഖാവ് എം ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ജനകീയരായ നേതാക്കൾ ഇരുന്ന കസേരയിലാണ് ഒരു സ്പിരിറ്റ് കച്ചവടക്കാരൻ ഇരിക്കുന്നത്. അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യണ്ടേ? ഞങ്ങൾ കാത്തിരുന്നു ഏറെക്കാലം കാത്തിരുന്നു. ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? ഒരു പാർട്ടിയല്ലേ? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരാരോപണം ഉന്നയിക്കപ്പെട്ടാൽ, ഒരു പരാതി കൊടുത്താൽ ആ പരാതിയിൽ ഒരു തീരുമാനമുണ്ടാകും എന്നല്ലേ പ്രതീക്ഷിക്കേണ്ടത്? അങ്ങനെയല്ലേ സ്വാഭാവികമായും ചെയ്യേണ്ടത്? നടന്നോ? എത്ര പരാതി കൊടുത്തു? മണ്ണാർക്കാടിന്റെ കൃത്യമായ കണക്ക് ഞാൻ പറയാം. 686 പരാതികളാണ് മണ്ണാർക്കാട് നിന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെയും പല പാർട്ടി ജില്ലാ നേതാക്കന്മാരുടെ പേരിൽ AKG സെന്ററിലേക്കും ഡൽഹിയിലെ AKG ഭവനിലേക്കും പ്രവഹിച്ചത്. ചിറ്റൂരിൽ നിന്ന് പ്രവഹിച്ചത് 400 ചില്ലാനം പരാതികളാണ്. വടക്കഞ്ചേരിയിൽ നിന്ന് എത്രയെന്ന് എനിക്കറിയില്ല. 160ഓളം പരാതികൾ. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പോയ ഈ പരാതികൾക്ക് ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകും എന്ന് സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കില്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു പരിഹാരവും ഉണ്ടായില്ല. ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും ഇതിനൊക്കെ പരിഹാരമുണ്ടാകും. കള്ള് കച്ചവടക്കാരൻ പാർട്ടിയുടെ മർമ്മസ്ഥാനത്ത് ഇരുന്നുകൂടാ. കള്ള് വേണമെങ്കിൽ കച്ചവടം ചെയ്തോട്ടെ, കള്ളിൽ സ്പിരിറ്റ് കലക്കി കച്ചവടം ചെയ്യരുത്. അത് വലിയ തെറ്റല്ലേ? അത് ചെയ്യാൻ പാടില്ല. സ്പിരിറ്റ് കടത്തുന്നതിന് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഏജന്റുമാരായി അവന്റെ കണ്ണിയായി പ്രവർത്തിക്കാൻ പാടില്ല. സഖാക്കളെ ക്രൂരമായി വേട്ടയാടുന്നു. നോക്കണം, ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും ഒരു പരിഹാരം കാണാം എന്ന് വിശ്വാസമർപ്പിച്ച് വർഷങ്ങളോളം കാത്തിരുന്ന് മടുത്ത് ഇനിയും ക്ഷമിക്കാൻ സാധ്യമല്ലാത്ത ഉശിരുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ രോഷപ്രകടനമാണ് ഈ കൺവെൻഷനിൽ പതഞ്ഞു പോകുന്നത്. ഈ വികാരത്തെ അവഗണിക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. ഈ കൺവെൻഷൻ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനിപ്പോ സഖാക്കളോട് ചോദിച്ചപ്പോൾ പറയുന്നത്, ഇത് കേവലം ഒരു കൂട്ടായ്മയാണെന്നാണ്. ഒരു പാർട്ടിക്ക് രൂപം കൊടുക്കലല്ല ഈ കൺവെൻഷൻ. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തെറ്റിദ്ധരുത്താൻ പാർട്ടി നേതൃത്വം തയ്യാറാവണം. കാരണം ഈ അനീതി വെച്ച് ഉറപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ അനീതിക്കെതിരായുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതേസമയം വേറൊരു കാര്യം ഞാൻ പറയാം. ഈ ലോകത്ത് ഇങ്ങനൊരു ജില്ലാ സെക്രട്ടറി ഉണ്ടാവില്ല. അത്ര അസാമാന്യ കഴിവുള്ള ആളാണ്.
ഞാനൊരു ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഇയാളെ കഴിവ് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പൊ 2 സഖാക്കളെ തമ്മിലും മാനസികമായിട്ട് നല്ല യോജിപ്പോട് കൂടി ഇയാൾ 2 തവണ കണ്ടാൽ മതി, 3ാമത്തെ ദിവസം പേര് ശത്രുക്കളാവും. എങ്ങനെയാ ഈ ടെക്നിക്ക് എന്നുള്ളത്? പടച്ച തമ്പുരാനെ, എനിക്ക് ഇന്നേ വരെ ഈ വിദ്യ എന്താണെന്നറിയില്ല. 2 ആള് ലോകത്തിൽ സംസാരിക്കുന്നത് കണ്ടാ 3ാം ദിവസം ശത്രുവാകുക. എന്താണ് ഈ ടെക്നിക്ക്? പാർട്ടി കമ്മിറ്റികളിലേക്ക് പോകും, പാർട്ടി ഏരിയ കമ്മിറ്റികളിൽ ഇയാൾ പങ്കെടുക്കും, പാർട്ടി ലോക്കൽ കമ്മിറ്റികളിൽ പങ്കെടുക്കും. യോജിപ്പോടുകൂടി നിന്നിരുന്ന സഖാക്കളെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇയാളാ പ്രശ്നം ഉണ്ടാക്കുന്നത്, വേറെ ആരുമല്ല. ഇയാൾ ആരോപണങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരികയാണ്. ആ കമ്മിറ്റിയിൽ നിന്ന് ആരോപണം വരണമെങ്കിൽ അവിടെ നിന്ന് സഖാക്കൾ ഉന്നയിക്കണ്ടേ? അവിടെ നിന്ന് പറയില്ല. അതിന് പകരം ഇദ്ദേഹം അങ്ങോട്ട് പറയുകയാണ്. അതിന്റെ പേരിൽ അന്വേഷണ കമ്മീഷനായി, നടപടിയായി. ആ കമ്മിറ്റിയിലെ കുറെ ആളുകളെ അങ്ങ് പിരിച്ചുവിടും. പിരിച്ചുവിടപ്പെട്ട കമ്മിറ്റിയിലേക്ക് ഇയാളുടെ പാർശ്വവർത്തികളായ കുറച്ച് ആളുകളെ കമ്മിറ്റിയിലേക്ക് അങ്ങ് എടുക്കും. എന്നിട്ട് മേനി നടിക്കും, ആ കമ്മിറ്റി എന്റെ പക്ഷത്തായി. ഇങ്ങനെ കമ്മിറ്റി പിടിക്കുന്ന ഒരു സെക്രട്ടറി മാത്രമല്ല, ഇതിന്റെയൊക്കെ ഭാഗമായി എത്ര വിരോധികളുണ്ടായി ഈ പാർട്ടിയിൽ, പാലക്കാട് ജില്ലയിൽ. പലരും ഇയാളോടുള്ള വിരോധം കാരണം പാർട്ടി വിരോധികളായി മാറിയില്ലേ? കോൺഗ്രസിലേക്ക് പോയ ആളുകളില്ലേ? ഇല്ലേ? കോൺഗ്രസിലേക്ക് പോയില്ലേ മുഹമ്മദേ? കുറെ ആളുകൾ പോയില്ലേ? കോൺഗ്രസിലേക്ക് പോയി, മുസ്ലിം ലീഗിലേക്ക് പോയ ആളുകളുണ്ട്. ഇയാൾ നേതൃത്വം കൊടുക്കുന്നിടത്തോളം കാലം ഈ പാർട്ടിയിൽ രക്ഷയില്ല. അങ്ങനെ വിവിധ പാർട്ടികളിലേക്ക് പോയവരുണ്ട്. മഹാഭൂരിപക്ഷം ആളുകളും ഇതിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. പാർട്ടിയിൽ ഉറച്ചു നിന്നു. മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതിന്റെ പേരിൽ അങ്ങനെ നിന്ന വിരോധികൾ, ഇയാളോട് വിരോധമുള്ള ആളുകൾ, ഇയാളുടെ നിലപാടുകളോട് ഒരിക്കലും യോജിപ്പില്ലായ്മ, ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല എന്ന കടുത്ത വിമർശനമുയർത്തുന്ന ആളുകളുടെ ആകെ കൺവെൻഷൻ അല്ല ഇവിടെ ചേരുന്നത്. ഇയാളോട് ഇത്രയധികം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവൻ ആരാ? യേശുദേവൻ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച യേശുദേവനെയും കടത്തിവെട്ടി ഇയാള്. 5 കൊല്ലക്കാലം കൊണ്ട് അനേകായിരങ്ങളെ വിരോധികളാക്കി, ഇത്രയധികം വിരോധികളാക്കി മാറ്റിയ ഒരു സെക്രട്ടറി ഈ ദുനിയാവിൽ, ഈ ഭൂമി മലയാളത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. സുരേഷ് ബാബുവിനെ പോലെ. ആ വിരോധമുള്ള മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൺവെൻഷൻ അല്ല ഇത്. അങ്ങനെ ഒരു കൺവെൻഷൻ ഞങ്ങൾ വിളിച്ചു ചേർത്താൽ ആ കൺവെൻഷൻ നടത്താൻ പാലക്കാട്ടെ വലിയ കോട്ട മൈതാനി പോലും തികയില്ല എന്ന വിവരം നിങ്ങളെ ഞാൻ അറിയിക്കുക. അത്രയധികം വിരോധികളാണ്. കാണുന്നിടത്തല്ല. ആരെങ്കിലും ഇയാളെ പറ്റി നല്ലത് പറയണ്ടേ? സതീശനോട് തെറ്റുപറ്റി. സതീശൻ ഇന്നലെ മിഞ്ഞാന്നത്തെ പത്രക്കാരോട് പറഞ്ഞ ഞാൻ കേട്ട്. സതീശനെ കണക്ക് തെറ്റിയതാ. 5 ജില്ലാ കമ്മിറ്റി മെമ്പർമാർ, 5 അല്ല സതീശ, 7 ആണ്. ഇനി തെറ്റി പറയരുത് കേട്ടാ. 7 ജില്ലാ കമ്മിറ്റി മെമ്പർമാർ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ മനസ്സ്, ശരീരം ഇവിടെയാണെങ്കിലും മനസ്സവിടെയാണ്. നല്ല സന്ദർഭം നോക്കി ഞങ്ങള് അവിടെ വരും, നിങ്ങളുടെ കൂടെ എത്തും. നിങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാർ. എന്ത് കറണ്ട് പോയതെന്താ? ഇതിൽ വേറെ സംവിധാനല്ലേ? വെക്ക്